ഇന്ന് സഭ നടക്കുന്നതിനിടയിൽ വീണ്ടും ഒരു വലിയ തീയായി പടർന്നുകൊണ്ട് മാത്യു കുഴൽനാടൻ എം.എൽ.എ. മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. തൊട്ടുപിന്നാലെ സ്പീക്കർ എൻ ഷംസീർ പ്രതിരോധം തീർത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി ആരോപണം തന്നെയാണ് ഇത്തവണയും ആയുധമാക്കി കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ ഉയർത്തിയത്. അനാഥാലയങ്ങളിൽ നിന്നും വീണ വിജയൻ എല്ലാ മാസവും പണം കൈപ്പറ്റിയെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകൾ പരിശോധിച്ചാൽ പോലും അത് വ്യക്തമാകുമെന്നുമാണ് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ആരോപിച്ചത്. വളരെ ഗുരുതരമായൊരു വിഷയം തന്നെയാണ് കുഴൽനാടൻ സഭയ്ക്ക് മുന്നിലേക്കിട്ടത്. ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ നീറിപ്പുകയുമെന്ന് മനസ്സിലായതോടെ കൃത്യമായ സമയത്ത് ഇടപെടാനായി സ്പീക്കർ എൻ ഷംസീറും തയ്യാറായി. വ്യവസായ വകുപ്പിന്റെ ചർച്ച പുരോഗമിക്കുമ്പോഴായിരുന്നു നിയമസഭയിൽ മൂവാറ്റുപുഴ എം.എൽ.എ. വീണ്ടും മാസപ്പടിയെ കത്തിക്കാനായി തുടങ്ങിയത്. നേരത്തെ താൻ മാസപ്പടിയുടെ കാര്യം പറഞ്ഞതിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. അക്കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നാണ് കുഴൽനാടൻ പറഞ്ഞത്. എന്നാൽ എം.എൽ.എയുടെ പ്രസംഗം നടക്കുന്നതിനിടയിൽ വളരെ വേഗത്തിലായിരുന്നു ഒരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ സ്പീക്കറും ഇടപെട്ടത്. ഇത്തവണ രക്ഷിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം സഭയിൽ ഉന്നയിക്കാൻ സാധിക്കില്ല എന്നാണ് സ്പീക്കർ നിലപാട് സ്വീകരിച്ചത്. ചാനലിനും സോഷ്യൽ മീഡിയയ്ക്കും വേണ്ടി സഭയിൽ പ്രസംഗിക്കാൻ പാടില്ല എന്ന് സ്പീക്കർ തന്നെ കുഴൽനാടനെ താക്കീതും ചെയ്തു. തൊട്ടു പിന്നാലെ എം.എൽ.എ. പ്രസംഗം തുടർന്നു. അതോടെ മറ്റ് നിവൃത്തി ഒന്നും തന്നെ ഇല്ലാതായതോടെ കുഴൽനാടന്റെ വായടയ്ക്കാൻ കഴിയാതെ വന്നതോടെ സ്പീക്കർ തന്നെ എം.എൽ.എയുടെ മൈക്ക് ഓഫ് ചെയ്തു. CMRൽ നിന്നും മാസപ്പടി വാങ്ങിയതിനെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. അയച്ചൊരു നോട്ടീസിൽ പറയുന്നു, ഹാജരാക്കിയ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നും കമ്പനി ഏതാണ്ട് മാസം തോറും വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങളും സംഘടനകളിൽ നിന്നും പണം കൈപ്പറ്റുന്നതായി വ്യക്തമാക്കി എന്നുള്ളത്. മാത്യു കുഴൽനാടൻ പിന്നീട് തുടർന്നു. നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും അനാഥാലയങ്ങൾക്കും ധർമ്മസ്ഥാപനങ്ങൾക്കും സാധാരണ അങ്ങോട്ട് പണം കൊടുക്കുന്നവരാണ്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ അനാഥാലയങ്ങളിൽ നിന്നും മാസാമാസം പണം കൈപ്പറ്റുന്നത്? അനാഥാലയങ്ങളിൽ നിന്നും മാസപ്പടി വാങ്ങുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്ന പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്. ഇത് സഭയെ തന്നെ അസ്വസ്ഥമാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, പ്രത്യേകിച്ചും CPM-നെ. എന്നാൽ മാത്യു സ്ഥിരമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നും അതിനുള്ള വേദിയല്ല നിയമസഭയെന്നും പറഞ്ഞാണ് സ്പീക്കർ അതിൽ ഇടപെട്ടത്. ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖകളിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യവും ഷംസീർ തന്നെ ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇത് മാധ്യമങ്ങളിലേക്ക് എത്തുമെന്ന ഭയമായിരുന്നു സ്പീക്കറെ അങ്ങനെ ചൊടിപ്പിച്ചതെങ്കിൽ പോലും അത് മാധ്യമങ്ങൾക്ക് കൃത്യമായി ലഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മാസപ്പടി വിഷയത്തിൽ ഹൈക്കോടതി മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും PV എന്നത് പിണറായി വിജയൻ അല്ലെന്ന് തെളിയിച്ചാൽ തന്റെ MLA പദവി രാജിവെക്കുമെന്നുമാണ് മാത്യു കുഴൽനാടൻ സഭയിലൂടെ പ്രസംഗത്തിലൂടെ വെല്ലുവിളിച്ചത്. PV താനല്ലെന്ന് ഹൈക്കോടതി അയച്ച നോട്ടീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തുറന്നു പറയട്ടെ എന്നാണ് മാത്യു കുഴൽനാടൻ വെല്ലുവിളിച്ചത്. അത് പറയാനുള്ള തന്റെ ആർജവം അത് മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.